ഡോക്ടർ മുഹമ്മദ് നോഫൽ, ലീഡ് കൺസൾട്ടന്റ് ഗ്യാസ്ട്രോഎൻട്രോളജി ആൻഡ് ഇന്റർവെൻഷണൽ എൻഡോസ്കോപ്പി, അപ്പോളോ അഡ്ലക്സ്, കൊച്ചി. ഇന്നത്തെ നമ്മുടെ ടോക്ക് GI ക്യാൻസേഴ്സിനെ കുറിച്ചാണ്. GI ക്യാൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അന്നനാളം തൊട്ട് മലദ്വാരം വരെ വരുന്ന ഏത് ക്യാൻസറും GI ക്യാൻസറെ കുറിക്കും. ഇത് അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ വരെ ഇത് എല്ലാ ക്യാൻസേഴ്സും GI ക്യാൻസേഴ്സിനകത്ത് വരുന്നതാണ്. GI ക്യാൻസേഴ്സിന്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ അത് എത്രയും പെട്ടെന്ന് ചികിത്സ ചെയ്ത് ക്യൂർ ആക്കാൻ പറ്റും. ഇതിനുള്ള സിംറ്റംസും നേരത്തെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുന്ന ക്യാൻസേഴ്സ് അത്യാവശ്യം സർജിക്കലി റിസെക്റ്റും ചെയ്യാൻ പറ്റുന്ന ക്യാൻസർ ആണെങ്കിൽ സർജിക്കലി റിസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യൂർ ആവുന്ന ക്യാൻസേഴ്സ് ആണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ലക്ഷണങ്ങൾ മിസ് ചെയ്ത് പേഷ്യൻസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ലേറ്റ് ആവാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. അതിന് പാലിയേറ്റീവായിട്ട് കീമോതെറാപ്പി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ആമാശയത്തെ ക്യാൻസർ, കോളൻ ക്യാൻസറിന് പ്രത്യേകത എന്ന് വെച്ചാൽ അത് സർജിക്കലി ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സർജിക്കലി അത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ക്യൂറബിൾ ആണ്. അപ്പോൾ ഇതിന് നേരത്തെ കണ്ടെത്തുക, ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടുപിടിച്ച് നേരത്തെ കണ്ടെത്തുകയാണ് അതിൻ്റെ പ്രാധാന്യം. അത് കണ്ടെത്താനുള്ള ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് സിംറ്റംസിനനുസരിച്ച് ഓരോ അവയവങ്ങൾ, അന്നനാളം, ആമാശയം, ചെറുകുടലിലൊക്കെ ഓരോ സ്ഥലത്തും ഓരോ പ്രസൻറ്റേഷൻ ആയിരിക്കും. അഥവാ എക്സാമ്പിൾ പറഞ്ഞാൽ അന്നനാളത്തിൽ വരുന്ന ക്യാൻസറിൽ പേഷ്യൻസിന് വിഴുങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും, വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റൊമക് ക്യാൻസർ ഉള്ള പേഷ്യൻസിന് വെയിറ്റ് തൂക്കം കുറയും, പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ ഛർദി ഉണ്ടാവും, പിന്നെ ഒരു വിശപ്പ് ഉണ്ടാവില്ല. അതേപോലെ കുടലിലുള്ള വൻകുടലുള്ള ക്യാൻസേഴ്സ് ഉള്ള പേഷ്യൻസിന് ബ്ലീഡിങ് ഉണ്ടാവും, മോഷന് കൂടി ബ്ലഡ് പോകും, പിന്നെ പെട്ടെന്ന് ആ ട്യൂമർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അബ്സ്ട്രക്ഷൻ ആയിട്ട് വരും. ഇതൊക്കെയാണ് സിംറ്റംസ്. ഏർലി സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് വളരെ വേഗ് സിംറ്റംസ് ആണ്. അത് റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻസ് മാത്രമേ നമ്മൾ കണ്ടെത്താൻ പറ്റുള്ളൂ. പേഷ്യൻസിന് രക്തം കുറയും, അനീമിയ ആയിരിക്കാം, ബ്ലഡ് ചെറുതായിട്ട് ബ്ലഡ് നമ്മളെ കണ്ണിന് അറിയാണ്ട്, നേക്കഡയിലൊക്കെ അറിയാണ്ട് ബ്ലഡ് പോയിട്ട് ബ്ലഡ് അനീമിയ ആയിട്ട് വരാം, ഭക്ഷണമില്ലായ്മ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ലോസ് ഓഫ് വെയിറ്റ്, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. അപ്പോൾ ഇതിനായിട്ട് നേരത്തെ സ്ക്രീൻ ചെയ്യാണ് നമ്മുടെ പ്രാധാന്യം. സ്ക്രീനിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻസ്. എല്ലാവർക്കും എല്ലാ ടെസ്റ്റും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹൈ റിസ്ക് കാറ്റഗറി, അതായത് ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ ഇയർലി കൊളോണോസ്കോപ്പി മാൻഡേറ്ററി ആണ്. എന്ന് വെച്ചാൽ കൊളോണോസ്കോപ്പി മാൻഡേറ്ററി എന്ന് എന്തിനാ പറയുന്നത് വെച്ചാൽ കോളൻ ക്യാൻസേഴ്സ് ക്യൂറബിൾ, ഏർലി ഡിറ്റക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂറബിൾ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ റുട്ടീൻ ചെക്കപ്പ് ചെയ്ത് സിംറ്റംസ് ഒന്നും ഇല്ലാത്ത ക്യാൻസറിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പിക് ടെക്നിക്സ് ഉണ്ട്. എൻഡോസ്കോപ്പിയിൽ അപ്പർ ജെ എൻഡോസ്കോപ്പി എന്ന് പറയും. അപ്പർ ജെ എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ അന്നനാളം, ആമാശയം, ചെറുകുടൽ സ്റ്റാർട്ടിങ് വരെ കാണാൻ പറ്റും. പിന്നെ കൊളോണോസ്കോപ്പി മലദ്വാരത്തിൽ നിന്ന് നമുക്ക് വൻകുടലും ചെറുകുടൽ ഒരു 5 to 10 സെന്റിമീറ്റർ വരെ കാണാൻ പറ്റും. ഇതിനിടയ്ക്കുള്ള ഒരു ചെറുകുടലുണ്ട്, അതിനായിട്ട് സെപ്പറേറ്റ് ഒരു സ്കോപ്സ് ഇല്ല. ഡബിൾ ബലൂൺ എൻഡോസ്കോപ്പ് എന്ന് പറയും. അങ്ങനത്തെ എൻഡോസ്കോപ്സ് മുഖാന്തരം നമുക്ക് ചെറുകുടലും കാണാൻ പറ്റും. ഇതിൻ്റെ കൂടെ നമുക്കിപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്നു, ഒരു സിംറ്റംസിന് വേണ്ടി പേഷ്യൻസിന് എൻഡോസ്കോപ്പി ചെയ്യുന്നു. ആ എൻഡോസ്കോപ്പി ചെയ്ത് അത് നമ്മൾ നേരത്തെ എന്തെങ്കിലും സിംറ്റംസ് കണ്ടുപിടിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ബയോപ്സി എടുക്കാം. ബയോപ്സി എടുത്ത് അത് ഹിസ്റ്റോപാത്തോളജി ടെസ്റ്റിന് അയക്കാം, ക്യാൻസർ ആണോ ഇല്ലെന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യാം. ഇതേ ആമാശയത്തിലൊരു ക്യാൻസർ ഉണ്ട്, പക്ഷെ വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് ഉണ്ട്. അതായത് എൻഡോസ്കോപ്പിയുടെ ടിപ്പിൽ തന്നെ അൾട്രാസൗണ്ട് അറ്റാച്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആമാശയത്തിൽ കൂടി പോയിട്ട് അതിൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓർഗൻസും അവയവങ്ങളും നമുക്ക് അതിൽ നിന്ന് ബയോപ്സി എടുക്കാൻ പറ്റും. അതായത് ആമാശയത്തിന് ചുറ്റുള്ള കഴലകളോ വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ആയിട്ടുള്ളൂ നമുക്ക് നോക്കാൻ പറ്റും. ഇത് സാധാരണ ഒരു അൾട്രാസൗണ്ട് പോലെ തന്നെയാണ്. എൻഡോസ്കോപ്പിയുടെ ടിപ്പിൽ അൾട്രാസൗണ്ട്, ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഇൻവെൻഷനാണ്. എൻഡോസ്കോപ്പിയുടെ ടിപ്പിൽ അൾട്രാസൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഉണ്ടെങ്കിൽ അതേ സൈറ്റിൽ നമുക്ക് ബയോപ്സി എടുത്തിട്ട് വരാൻ പറ്റും. എന്ന് വെച്ചാൽ വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് സർജിക്കൽ ഓപ്ഷൻ അല്ല ആ പേഷ്യൻറ്റ്. അപ്പോൾ നമുക്ക് കീമോ വല്ലതും കൊടുക്കണം. അതൊക്കെ ഒരേ സെറ്റിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബയോപ്സി എടുത്തിട്ട് ബയോപ്സി പ്രൂവൻ ക്യാൻസേഴ്സിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്, അത് ഏർലി സ്റ്റേജ് ആണോ, മിഡ് സ്റ്റേജ് ആണോ, ലേറ്റ് സ്റ്റേജ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഈ മേൽപ്പറഞ്ഞ പ്രൊസീജിയേഴ്സ്, അപ്പർ ജെ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട്, ഇതെല്ലാം നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഏർലി ക്യാൻസേഴ്സ്, അതായത് എൻഡോസ്കോപ്പിയിൽ നമ്മൾ ബാക്കിയുള്ള ഭാഗത്ത് സ്പ്രെഡ് ആകാണ്ട് അന്നനാളത്തിലോ ആമാശയത്തിലോ സൂപ്പർഫിഷ്യലായിട്ട് മാത്രമുള്ള ക്യാൻസേഴ്സ്, വൻകുടലിലോ ഏർലി ക്യാൻസർ, ഏർലി ഗ്യാസ്ട്രിക് ക്യാൻസർ, ഏർലി കോളൻ ക്യാൻസർ, ഏർലി സെബേജൽ ക്യാൻസർ എന്ന് പറയും. ഇത് നമ്മൾ എൻഡോസ്കോപ്പിക്കലി തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ആയില്ലെങ്കിൽ ഇത് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് മുഖാന്തരം നമുക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റും. എവിടെയെങ്കിലും പുറത്തേക്ക് അതിൽ നിന്ന് നമ്മുടെ അവയവത്തിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പുറത്ത് സ്പ്രെഡ് ആയിട്ടുണ്ടോ നോക്കാം. അഥവാ സ്പ്രെഡ് ആയിട്ടെങ്കിൽ അത് ESD, എൻഡോസ്കോപ്പിക് സബ്മ്യൂക്കോസൽ ഡിസെക്ഷൻ, എൻഡോസ്കോപ്പിക് മ്യൂക്കോസൽ റിസെക്ഷൻ എന്ന് പറഞ്ഞ ടെക്നിക്സ് മുഖാന്തരം നമ്മൾ എൻഡോസ്കോപ്പിക്കലി തന്നെ ഇതെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ കയ്യിൽ അപ്പർ ജെ എൻഡോസ്കോപ്പി ഉണ്ട്, കൊളോണോസ്കോപ്പി ഉണ്ട്,
പീഡിയാട്രിക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എൻഡോസ്കോപ്പി ഉണ്ട്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് ഉണ്ട്. പിന്നെ അതിന് ബയോപ്സി എടുക്കാനുള്ള എല്ലാ ആക്സസറീസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഏർലി ഗ്യാസ്ട്രിക് ആൻഡ് ഏർലി കൊളോണിക് ക്യാൻസേഴ്സ് റിമൂവ് ചെയ്യുന്ന എല്ലാ ടെക്നിക്സും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്.